കഴക്കൂട്ടത്തെ വാടക വീട്ടിലേക്ക് തസ്മിത് തംസ് തിരികെ എത്തുന്നതും കാത്തിരിക്കുകയാണ് അസം സ്വദേശികളായ അമ്മ ഫർവിൻ ബീഗവും അച്ഛൻ അൻവർ ഹുസൈനും കുഞ്ഞനുജത്തിമാരും. ഓരോ CCTV ദൃശ്യങ്ങൾ ലഭിക്കുമ്പോഴും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. പോലീസിൽ വിശ്വാസമുണ്ടെന്നും കുട്ടിയെ തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും മാതാപിതാക്കൾ പറയുന്നു. കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഒൻപതും 6 വയസ്സുള്ള അണുജത്തിമാരുമായി വഴക്കിട്ടതിനാണ് 13 വയസ്സുകാരിയായ തസ്മിത്തിനെ അമ്മ ഫർവിൻ ബീഗം ശകാരിച്ചത്. കുസൃതി കാട്ടുമ്പോഴൊക്കെ ശകാരിക്കുമായിരുന്നുവെന്ന് ഫർവിൻ പറയുന്നു. പക്ഷേ ഇന്നലെ 6 വയസ്സുകാരിയുമായി ജോലിക്ക് പോയി വന്ന ഫർവിനും അൻവറും തസ്മിത്തിനെ വീട്ടിൽ കണ്ടില്ല. ഒരു മാസം മുൻപാണ് കഴക്കൂട്ടത്ത് വാടക വീടെടുത്ത് അൻവർ കുടുംബത്തോടൊപ്പം താമസം തുടങ്ങിയത്. 2 മക്കളെ തൊട്ടടുത്തുള്ള സ്കൂളിലും ചേർത്തു. എങ്ങോട്ടെന്നില്ലാതെ തസ്മിത്ത് ഓടിപ്പോയത് കുടുംബത്തെ തളർത്തി. സർക്കാരിൽ നിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുടുംബത്തിന് ഉറപ്പ് നൽകി. എത്രയും പെട്ടെന്ന് ഇതിനൊരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെട്ടിട്ടുണ്ട്. പോലീസിലും മാധ്യമങ്ങളിലും വിശ്വാസമുണ്ടെന്ന് അൻവറും ഫർവിനും പറയുന്നു. മകളെ കണ്ടെത്തി കേരളത്തിൽ നിന്ന് പോയ പോലീസ് സംഘം തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. 24 തിരുവനന്തപുരം.